എണ്ണത്തെ എണ്ണി പറയാൻ കേരളത്തിലില്ലായിരുന്നു. ഉസ്താദ് അവർകൾ 87 മുതൽ ഇന്നുവരെയുള്ള പരിശ്രമം, പ്രവർത്തനം, ഉസ്താദിന്റെ ഭാവനയും സമൂഹത്തിന്റെ സംഭാവനയും ചേർന്നപ്പോൾ മർക്കസ് ഒരു ഇതിഹാസമായി, ലോകാത്ഭുതമായി. ആലിമീങ്ങൾ എത്രയാണ് സുബ്ഹാനല്ലാഹ് പിറവി കൊള്ളത്. ഇന്ന് നമ്മൾ എണ്ണി നോക്കുമ്പോൾ 18,000-ഓളം ആലിമീങ്ങളായല്ലോ, 1000-ലേറെ ഹാഫിളുകളായല്ലോ. ആ ഹാഫിളുകൾ കഴിഞ്ഞ കാലത്ത് പഠിച്ചുപോയവർ കൂട്ടത്തിൽ ഒരു ബാച്ചിൽ ഞാനുണ്ടായിരുന്നു. ഉസ്താദ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, നീ നാട്ടിലുള്ളവരെയൊക്കെ ഒന്ന് വിളിച്ചുകൂട്ട്, എനിക്കൊന്നു കാണാനാണ്. ഞാനൊരു 5-10 ദിവസം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ അങ്ങ് കൊടുത്തപ്പോ 300 എണ്ണം നാട്ടിലുള്ളത് മുഴുവനും ഒന്നങ്ങ് ഒരുമിച്ച് കൂടി കിട്ടിയപ്പോ അന്തപുരം ഉസ്താദ് അതിന് നടുവിലങ്ങനെ ഇരുന്ന് കുറെ നേരം കരഞ്ഞല്ലോ. ഈ 300 ഹാഫിളീങ്ങൾ ഖുർആൻ കാണാതെ പഠിച്ചവർ, 5 ജുസ് എങ്കിലും പ്രതിദിനം ഓതി തീർക്കുന്നവർ, 10 ദിവസം കൊണ്ട് എന്തായാലും അവർ ഖത്മ് തീർക്കുന്നുവല്ലോ. അങ്ങനെ എത്ര എണ്ണം, എത്ര കൊല്ലം, ഓരോന്നിനും ശിഷ്യന്മാരെത്ര. ഇതൊന്നും നേരത്തെ ഇവിടെ ഇല്ലാത്തത്, വേറെ ആരും പറഞ്ഞു തരാത്തതും, അതങ്ങ് ചിന്തിച്ചു, അതാലോചിച്ചു, അങ്ങ് നടപ്പാക്കി. സംഭവം എളുപ്പമായി. സുബ്ഹാനല്ലാഹ്. പിന്നെ ഒരു പൂതി പറഞ്ഞു ആയിരിക്കുന്നവരോട്, ഒറ്റ ദിവസം കൊണ്ട് ഖത്മ് തീർക്കുന്ന ചിലരെ കിതാബുകളിൽ കണ്ടിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ പലയിടത്തും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് കാണാതെ മുഴുവനും ഖത്മ് തീർത്ത് ഉസ്താദുമാർക്ക് മുഴുമ്പിൽ ഓതിക്കേൾപ്പിച്ച ചില മിടുക്കരെ പറ്റിയും. അങ്ങനെയൊക്കെ നടക്കൂലേ കുട്ടികളെ എന്ന് സ്നേഹത്തോടെ ആ ഗുരു ചോദിക്കുമ്പോ ഈ ഇരിക്കുന്ന ഹാഫിളീങ്ങളിൽ ചിലരൊക്കെ അങ്ങ് ചിരിച്ചു. ഉസ്താദ് ചോദിച്ചു, എന്തിനാ ചിരിക്കണ്, പറയ്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഉസ്താദിനോട് അവർ പറഞ്ഞു, ഞങ്ങളിൽ പലരും, ഈ കൂട്ടത്തിൽ പലരും ഒറ്റ ദിവസം കൊണ്ട് ഖത്മ് തീർത്തവരുണ്ട്. ഖുർആനിൽ നോക്കാതെ, ഒറ്റ അക്ഷരം തെറ്റിക്കാതെ സുബ്ഹി നിസ്കരിച്ച് ഞങ്ങൾ ഒരു ഉസ്താദിനെ മല്ലേ അങ്ങനെ ഇരുത്തും. രാത്രി ഒരു 9 മണി വരെയൊക്കെ ഇരുന്ന് കൊടുത്താൽ അതിനിടയിൽ നിസ്കാരവും അത്യാവശ്യ സർവീസുകളും. ചിലർക്ക് ഓതുന്ന ആൾക്ക് നോമ്പാണ്, വ്യാഴാഴ്ചയാണ് അതിന് തെരഞ്ഞെടുക്കല്. ചിലപ്പോ ഇരിക്കണ ഉസ്താദിനും നോമ്പാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഇന്നാട്ടിൽ ഞങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ആ കുട്ടികൾ പറഞ്ഞപ്പോൾ ഉസ്താദിന്റെ ഖൽബങ്ങ് പൊട്ടണ്, പിന്നെയും കരയണ്. സുബ്ഹാനല്ലാഹ്. വേരുമ്പല് ചക്ക വേണമെങ്കിൽ കായ്ക്കും, അതും നമ്മളെ നാട്ടിലും. അത് തെളിയിച്ചു ഉസ്താദ് അവർകൾ, അത് പകർത്തി വേറെ പലരും. അൽഹംദുലില്ലാഹ്, നമ്മളെ നാട്ടിലുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചില മധുരാനുഭവങ്ങൾ. എന്ത് മനസ്സിലായി? വേണമെന്ന് വിചാരിച്ചാൽ റമദാനിലൊക്കെ നമുക്ക് ചിലർക്കും 10 ജുസ് ഓതാൻ പറ്റും, 15 ജുസ് ഓതാൻ പറ്റും, 20 ജുസ് ഓതിയ ആളുകൾ എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്. സാധാരണക്കാർ തന്നെ അനുഭവം പറയുന്നു. ഞാനൊരു റമദാനിൽ ഒരിടത്ത് ഇങ്ങനെയങ്ങ് വെച്ചു അത് പറഞ്ഞപ്പോ വെല്ലും